നമ്മുടെ ആർ ശ്രീജിത്ത് അവിടെ കാത്തു നിൽക്കുകയാണ് കുറച്ചു നേരമായിട്ട്. അപ്പൊ ശ്രീതേട്ടാ ഗുഡ് മോർണിംഗ്. അപ്പൊ ഈ പറയുന്നത് പോലെ എന്താണ് ഇന്നലെയും നമ്മൾ കേട്ടത് SDP ഡീലിന്റെ കാര്യത്തിലായിരുന്നു. ബാക്കി ഡീലുകളെ പറ്റിയൊക്കെയുള്ള ആരോപണങ്ങൾ പിന്നെയും കേൾക്കുന്നുണ്ട്. ഇനി ആകെ 9 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. 8 ദിവസം. അപ്പൊ ഇന്നും ഇതിൽ തന്നെ കറങ്ങുമെന്ന് വിചാരിക്കണോ ആശ്രീത്? ഹാഷ്മി, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഡീൽ ആരോപണത്തിൽ ചുറ്റിത്തിരിയുന്നതായിരുന്നു നമ്മുടെ പ്രചരണ രംഗത്തിൻ്റെ ആദ്യഘട്ടം. രണ്ടാം ഘട്ടത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലും ആ ഡീൽ ആരോപണവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളായിരുന്നു ചർച്ച. അതിന് പിന്നാലെ CPM SDP സഹകരണം എന്ന ആരോപണം കൂടി വന്നു. അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും നടന്നു. എന്നാൽ ഇന്നലെ ഒരു പ്രചരണ രംഗത്ത് നിന്ന് ഈ ഡീൽ ആരോപണത്തിൽ നിന്ന് വഴിതിരിഞ്ഞ് വികസന പ്രശ്നങ്ങളിലേക്കും മറ്റ് കാതലായ വിഷയങ്ങളിലേക്കും മാറുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇന്നലെ രംഗത്ത് വന്നു. അതിന് സമാന്തരമായി DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് കോൺഗ്രസ് പുനരധിവാസത്തിനായി വയനാട് കുന്നമ്പറ്റയിൽ വാങ്ങിയ ഭൂമിയിൽ കുടിൽകെട്ടി സമരം നടത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തി അവിടെ ഒരു ചെറിയ പ്രതിഷേധവും മറ്റും നടത്തി. അപ്പോൾ ഇത്തരം ഡീൽ ആരോപണങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടം ചൂടുപിടിക്കുന്ന ഒരു സമയത്ത് അത് പുനരധിവാസമടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക്, വികസന പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഇന്ന് മുഖ്യമന്ത്രി അടക്കം നടത്തുന്ന പ്രതികരണങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായി മാറാൻ പോകുന്നത്. കാരണം ഈ ആരോപണത്തിൽ നിന്ന് വികസനത്തിലേക്ക് കാര്യങ്ങളെ മാറ്റണമെന്നുള്ള ശക്തമായ തീരുമാനം CPIMനുണ്ട്. അതനുസരിച്ചാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഒരു കൃത്യമായ ഇടവേളകളിൽ CPM നേതാക്കൾ ഈ UDFനെയും BJPയും വിമർശിച്ച് ഓരോ വിഷയങ്ങൾ ഉയർത്തി രംഗത്ത് വരുന്നത്. അതൊരു ഇലക്ഷൻ സ്ട്രാറ്റജി കൂടിയാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് വികസനത്തിലേക്ക് ചർച്ച വഴിമാറാനുള്ള സാധ്യതയും ഇന്നലെ മുതൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.